ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ കറണ്ട്. അതായത് നമ്മൾ നോർമൽ ലെവലിൽ ബൾബ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് കിടന്നാൽ എങ്ങനെയാണ് ബൾബ് ചെറിയ LED ബൾബ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു ബ്രൈറ്റ് ലൈനിൽ കട്ടി നിൽക്കുന്ന ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഫുഡ് ലാമ്പുകൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ടെസ്റ്റർ കുത്തി കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ടെസ്റ്റർ തെളിയും. ഇത് LED ബൾബ് കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അത് നമുക്ക് എങ്ങനെ ഇല്ലയെന്ന് കുറച്ച് നമുക്കൊരു 90% മാറ്റി കളയാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീട് പൈപ്പിങ്ങിൻ്റെ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാറ്റി കളയാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൈപ്പിങ്ങിലാണ്. പൈപ്പിങ്ങിൽ വയറെല്ലാം ടൈറ്റ് ചെയ്ത് വലിക്കരുത്. വളരെ ലോ ആയിട്ട്, അതായത് അത്യാവശ്യം വയറുകൾ മാത്രമേ ഒരു പൈപ്പിലൂടെ വലിക്കാവൂ. വയർ ടൈറ്റ് ആയിട്ടിരുന്നാൽ എന്തായാലും ഇൻഡക്ഷൻ വന്നിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കറണ്ട് പോകുന്ന വയറും ഒന്ന് കറണ്ട് ഇല്ലാത്ത വയറും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് ഇൻഡക്ഷൻ കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചിരിക്കും. അത് കപ്പാസിറ്റൻസ് പോലെ അത് വർക്ക് ചെയ്ത് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ, പൈപ്പ് ടൈറ്റ് ചെയ്ത് വലിക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം ഒരു നല്ലൊരു ശതമാനം ഇൻഡക്ഷൻ കറണ്ട് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യത്തെ കാലങ്ങളിലൊന്നും കുഴപ്പമില്ലായിരുന്നു. കാരണം LED ബൾബ് കാര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥകളിൽ സാധാരണ ബൾബുകൾ ഇത്രയും എഫക്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷേ LED ബൾബുകൾ വന്നതിന് ശേഷം പൈപ്പ് വളരെ കുറച്ചടിച്ച് ടൈറ്റ് ചെയ്ത് വലിച്ചു പോയി കഴിഞ്ഞാൽ LED ബൾബിൽ എന്തായാലും ഇൻഡക്ഷൻ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ DB ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. DB ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട സർക്യൂട്ടുകളെല്ലാം തന്നെ എല്ലാ സർക്യൂട്ടുകളിൽ നിന്നും ഏറ്റവും ആദ്യം എടുക്കേണ്ടത് എർത്താണ് എടുക്കേണ്ടത്. എർത്ത് എടുത്ത് ആദ്യമേ തന്നെ എർത്തിന് വേണ്ട കറക്റ്റ് സ്ഥലത്ത് DBയുടെ കറക്റ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം അടുത്ത് ന്യൂട്രലാണ് അടുത്ത വയർ എടുക്കേണ്ടത്. അടുത്ത വയർ ന്യൂട്രൽ എടുത്തതിന് ശേഷം ന്യൂട്രലുകളെല്ലാം തന്നെ എല്ലാ സർക്യൂട്ടിൽ നിന്നും എടുത്ത് ന്യൂട്രലിൻ്റെ ലിങ്കിൽ കണക്ട് ചെയ്യുക. അതിനുശേഷമായിരിക്കണം ഇൻവെർട്ടർ, അതുപോലെ തന്നെ മാസ്റ്റർ, പിന്നെ ഏറ്റവും അവസാനം സാധാ ഫേസ്, അതായത് എല്ലാ റൂമിലേക്കും പോകേണ്ട ഫേസ് എടുക്കേണ്ട ഏറ്റവും അവസാനമായിരിക്കണം. ഇങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം അതിനുശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ എർത്ത് എടുത്തു, പിന്നെ അതിനുശേഷം മാസ്റ്റർ ഇൻവെർട്ടറൊക്കെ ഇത് എടുക്കുന്ന സമയത്ത് വളരെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. കാരണം ഇൻഡക്ഷൻ കറണ്ട് ഹൈ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ന്യൂട്രൽ എടുക്കുക, അതിനുശേഷം ആദ്യം എർത്ത് എടുത്ത് കണക്ട് ചെയ്യുക, അതിനുശേഷം ന്യൂട്രൽ എടുത്ത് കണക്ട് ചെയ്യുക, പിന്നെ മാസ്റ്റർ എടുത്ത് കണക്ട് ചെയ്യുക, അതിനുശേഷം ഇൻവെർട്ടർ എടുത്ത് കണക്ട് ചെയ്യുക, പിന്നെ ഏറ്റവും അവസാനം ഫേസ് എടുത്ത് കണക്ട് ചെയ്യുക. ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഡക്ഷൻ കറണ്ട് ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.